ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം സംസാരത്തെ ഒരു വലിയ വൃക്ഷത്തിനോട് ഉപമിച്ച് ശങ്കരാചാര്യ സ്വാമികള് നമുക്ക് അതിൽ നിന്ന് സംസാരത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, ആ മരത്തെ മുറിച്ച് താഴെ ഇടാം എന്ന് വളരെ വിശദമായി പറഞ്ഞു തന്നു. ഇന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ഹൃദി പ്രമാണൈകമതേ സ്വധർമ്മനിഷ്ഠ തയൈവാത്മവിശുദ്ധിരസ്യ വിശുദ്ധ ബുദ്ധേ പരമാത്മവേദനം തേനൈവ സംസാര സമൂലനാശഃ. ശ്രുതി പ്രമാണൈകമതേ സ്വധർമ്മനിഷ്ഠ തയൈവാത്മവിശുദ്ധിരസ്യ വിശുദ്ധ ബുദ്ധേ പരമാത്മവേദനം തേനൈവ സംസാര സമൂലനാശഃ. അപ്പോ നമ്മളുടെ ഓർഡറിൽ 44-ാമത്തെ ശ്ലോകമാണിത്. ഇതൊരു പ്രധാനപ്പെട്ട ശ്ലോകമാണ്. എല്ലാം പ്രധാനമാണ്, എന്നാൽ ചിലത് ഒന്ന് എടുത്തു പറയേണ്ടതായിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ചിലപ്പോ ആചാര്യന്മാർ പറയും. അപ്പോ അങ്ങനെ ആചാര്യർ പറഞ്ഞതാണ് ഇതൊരു പ്രധാന ശ്ലോകമാണ് എന്ന് പറഞ്ഞു. നമ്മൾ കുറെ 7 ചോദ്യങ്ങൾ നേരത്തെ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചതിന്റെ മറുപടി ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഓർഡറിലല്ലായിരുന്നു. ആദ്യം ചില അനാത്മാ ഏതാണ്, ആത്മാ ഏതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മാറി പലതരത്തില് ഓർഡറിൽ വ്യത്യാസം വന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ഓർഡറിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തന്നാലേ മനസ്സിലാവുള്ളൂ എന്ന് ആചാര്യസ്വാമിക്ക് അറിയാവുന്നത് കൊണ്ട് അതിന്റെ ഉത്തരങ്ങള് വേണ്ട രീതിയിൽ ആദ്യം പറഞ്ഞ് വീണ്ടും ഉത്തരത്തെ പറഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇത് 6ാമത്തെ ചോദ്യമാണ് ശരിക്കും പറഞ്ഞത്. ആ ചോദ്യത്തിന്റെ കഥം വിമോക്ഷഃ എന്നുള്ള ഭാഗമാണ്. കഥം വിമോക്ഷഃ, മോക്ഷം എങ്ങനെ കിട്ടും? കഥം വിമോക്ഷഃ, എങ്ങനെ മോക്ഷം കിട്ടും? അത് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട ചോദ്യവും ഉത്തരവും ഒക്കെ ആയിരിക്കും ഇവിടെ. തുടക്കം തൊട്ട് സാധനം മോക്ഷം വരെ പോകേണ്ട പടികൾ, തുടക്കം മുതൽ ഒരു സാധകൻ മോക്ഷപദം വരെ പോകാൻ ഏതൊക്കെ സ്റ്റെപ്പുകളിൽ കൂടി പോണം, എങ്ങനെയാണ് മുന്നോട്ട് പോകണ്ടേ എന്നാണ് പറയുന്നത്. ലക്ഷ്യം നേടാനുള്ള സ്റ്റെപ്സ്, അന്തിമ ലക്ഷ്യം മോക്ഷം, അത് നേടാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അതായത് സാധനകൾ എന്തൊക്കെയാണ്, പടിപടിയായിട്ട് എങ്ങനെയാണ് മുന്നേറേണ്ടത്. അപ്പൊ ആദ്യമായിട്ട് എന്താ വേണ്ടേ? ലക്ഷ്യം അറിയണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ലക്ഷ്യം അറിയണം, അല്ലാതെ ചുമ്മാ നടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ആദ്യം ലക്ഷ്യം അറിയണം. പിന്നെ ലക്ഷ്യത്തിലേക്ക് ഉള്ള പാത ഏതാണെന്ന് കണ്ടുപിടിക്കണം. ആദ്യം ലക്ഷ്യം അറിയണം, പിന്നെ ലക്ഷ്യത്തിലേക്കുള്ള പാത ഏതാണ് എന്ന് അറിയണം. പാത അറിഞ്ഞാൽ മാത്രം മതിയോ? പോരാ. പാത അറിഞ്ഞാൽ അതിലൂടെ നമ്മൾ യാത്രയും കൂടെ ചെയ്യണ്ടേ. പാത അറിഞ്ഞാൽ മാത്രം പോരാ, ആ പാതയിലൂടെ നാം സഞ്ചരിക്കണം. അപ്പോഴല്ലേ അത് നമുക്ക് വേണ്ട രീതിയിൽ അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. പാത അറിഞ്ഞു വേണ്ടാതിരുന്ന ലക്ഷ്യത്തിലേക്ക് എത്തില്ല. അപ്പോ പാത അറിഞ്ഞാൽ മാത്രം പോരാ, അതിലൂടെ പോകണം. സാധന ചെയ്യും നമ്മള്, പക്ഷേ ശരിയായ പാതയിലായിരിക്കില്ല പോകുന്നത്. അങ്ങനെ ഒരു അബദ്ധം പലപ്പോഴും പറ്റാറുണ്ട്. സാധനങ്ങൾ പലതും ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ അത് ശരിയായ റൂട്ടിലായിരിക്കില്ല ആ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എന്തായിരിക്കും ഫലം? ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല. അത് തന്നെ. അപ്പോ പ്രയത്നം വേണം. എങ്ങനത്തെ പ്രയത്നം വേണ്ടേ? ശരിയായ പ്രയത്നം. പ്രയത്നം ചെയ്തുകൊണ്ട് മാത്രം പോരാ, ശരിയായ പ്രയത്നം ഉണ്ടായിരിക്കണം. അപ്പോ ഏതാണ് ആ ശരിയായ പ്രയത്നം
എങ്ങനെയാണ് ശരിയായ വഴി അതറിയണം. ഒരുപാട് പ്രയത്നം ചെയ്യും, പക്ഷെ അത് ശരിയായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ പ്രയത്നം കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അത് അനുഭവിച്ചിട്ടുള്ളതാണ്. ഒരുപാട് പ്രയത്നം ചെയ്യും, പിന്നീടാണ് അറിയുക അയ്യോ ഇങ്ങനെയല്ല വേണ്ടിയിരുന്നേ എന്ന്. അപ്പോ അതുപോലെ ആത്മീയ യാത്രയിലും അങ്ങനെയൊക്കെ സംഭവിക്കാം. പലതരം സാധനങ്ങളും പല പല ഗുരുനാഥന്മാരും പല ഉപദേശങ്ങളും ഉണ്ട്. അന്തിമ ലക്ഷ്യത്തിലേക്ക് ഏതാണ് നമുക്ക് പറ്റുക, നമുക്ക് യോജിക്കുന്നത്, നമ്മുടെ സാഹചര്യത്തിന് പറ്റിയത്, നമ്മുടെ മനസ്സിന് പറ്റിയത്, നമ്മുടെ ശരീരത്തിന് പറ്റിയത്, അത് വേണം സെലക്ട് ചെയ്യാൻ. ഓരോരുത്തർ ഓരോന്ന് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ പോയാൽ പറ്റില്ല. ഓരോ ജീവനും അവന് പറ്റിയത് വേണം തിരഞ്ഞെടുക്കാൻ. അപ്പൊ ആദ്യം ഒരു സ്റ്റെപ്പ് ഉണ്ട്, എല്ലാവർക്കും കോമൺ ആയിട്ടൊരു സ്റ്റെപ്പ് ഉണ്ട്. സ്വധർമ്മനിഷ്ഠ. സ്വധർമ്മനിഷ്ഠ അത് ആർക്കും വ്യത്യാസമില്ല, എല്ലാവർക്കും ഒരുപോലെ. അതായത് നിഷ്ഠ എന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുവനായ കമ്മിറ്റ്മെന്റ്, പൂർണ്ണമായിട്ടുള്ള കമ്മിറ്റ്മെന്റ്. അതിൽ നിന്ന് വേറെ വ്യതിചലിക്കാനേ പാടില്ല, അതിലാണ് മുഴുകിയിരിക്കേണ്ടത്. മുഴുവനായ കമ്മിറ്റ്മെന്റ് അതിന് വേണം. അതിനകത്ത് സത്യസന്ധത പാലിക്കണം, അതിനകത്തൊരു മായവും ചേർക്കാൻ പാടില്ല. എന്തില്? സ്വധർമ്മ, അവനവന്റെ കടമകൾ. അവനവന്റെ ശരീരം കിട്ടിയാൽ ചില കടമകളുണ്ട്. കാരണം പ്രാരബ്ധമനുസരിച്ച് ശരീരം വന്നിരിക്കുന്നു. ശരീരം വന്നിരിക്കുന്നത് കർമ്മഗതി അനുസരിച്ച് ചെയ്യേണ്ടതായ കാര്യങ്ങളെ ചെയ്ത് തീർക്കാനാണ് ഈ ശരീരം വന്നിരിക്കുന്നത്. അപ്പോ ആ കടമകൾ എന്താണോ അതനുസരിച്ചാണ് ആ ജനനം. നമ്മുടെ ജനനവും നമ്മുടെ ഗൃഹത്തിൽ പിന്നീട് ഉണ്ടാകുന്ന നമ്മളുമായിട്ടുണ്ടാകുന്ന കൂട്ടുകെട്ടുകളും ഭാര്യ മക്കള് ഒക്കെ, ഇതൊക്കെ കർമ്മഗതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോ കടമകൾ നിറവേറ്റേണ്ടതായിട്ടുണ്ട്. കർമ്മങ്ങൾ നിറവേറ്റേണ്ട കഴിഞ്ഞ ജന്മങ്ങളിലെ പല ഋണങ്ങളും പല ബാധ്യതകളും പരസ്പരം കാണും. അതനുസരിച്ചാണ് ഇവിടത്തെ ജന്മം ഉണ്ടാകുന്നത്. അപ്പോ നമ്മുടെ കുറെ കടം തീർക്കാൻ കാണും. കുറെ പേരെ സേവിച്ച് നമ്മുടെ കടം തീർക്കാൻ ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് കടമകളൊന്നും ബാക്കി വെച്ചേക്കരുത്. എല്ലാ കടമകളും ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോഴേ നമ്മുടെ കർമ്മം ഫലങ്ങള്, പാപപുണ്യങ്ങളായിട്ട് വന്നിരിക്കുന്ന ഫലങ്ങൾ, ദൃഷ്ടഫലങ്ങളും അദൃഷ്ടഫലങ്ങളും എല്ലാം അവിടെ പ്രവർത്തിച്ച് തീരുകയുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ശരീരം എടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ടാകും. അപ്പൊ അതില്ലാതിരിക്കലാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഈ ജന്മത്തിലെ കടമകളൊന്നും ബാക്കി വെക്കാൻ പാടില്ല. സ്വധർമ്മം ചെയ്യാതെ എന്ത് ചെയ്താലും പ്രയോജനമില്ല എന്നാണ് വേദം പറയുന്നത്. സ്വധർമ്മം ചെയ്യാതെ വേറെ എന്ത് ചെയ്താലും ഒരു പ്രയോജനവുമില്ല എന്ന് ശാസ്ത്രം പറയുന്നു. കടമകളെ ഉപേക്ഷിക്കരുത്, നിഷ്ഠയോടെ ചെയ്യണം. കാരണം പ്രകൃതി ആ നിയമമനുസരിച്ച്, സാക്ഷാൽ പരമാത്മാ നിയമമനുസരിച്ച് തന്നിരിക്കുന്നതാണ് കടമകൾ. ഒരു നിയമത്തിലാണ് ഇതെല്ലാം. ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു നിയമത്തിലാണ്. പ്രകൃതി ശക്തികളെല്ലാം, ദേവന്മാരെല്ലാം, എല്ലാവരും ഒരു നിയമത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. പരമാത്മാ ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ചാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. ആ പരമാത്മാവാണ് നമ്മുടെ കർമ്മം അനുസരിച്ച് നമുക്കൊരു ശരീരത്തെ തന്നിരിക്കുന്നതും നമുക്ക് ചില ഡ്യൂട്ടികൾ നിശ്ചയിച്ചിരിക്കുന്നതും. അതുകൊണ്ട് അത് നിഷ്ഠയോടെ ചെയ്യണം, നന്നായി ചെയ്യണം. ഇതിന്റെ പേരാണ് നമ്മൾ നേരത്തെ പഠിച്ച കർമ്മയോഗം. അവനവന്റെ കർമ്മങ്ങളെ ഭംഗിയായി ചെയ്യുന്നതാണ് കർമ്മയോഗം. നല്ല രീതിയിൽ ചെയ്യുക, ഒട്ടും മായം ചേർക്കാതെ ചെയ്യുക. ആദ്യം കടമ. ആ കടമ എന്നാ പിന്നെ ആവട്ടെ, ഈ കാര്യം പിന്നെ ആവട്ടെ, എന്റെ ഈ കടമ അത് പിന്നെ ചെയ്യാം, വേറൊരു കാര്യം ചെയ്യാം, ഈ കടമ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല. ശ്രുതി പ്രമാണൈക മതേഹേ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ശ്രുതി പ്രമാണൈക മതേഹേ. ഈ സ്വധർമ്മം ഒരാൾ ചെയ്യണമെങ്കിൽ അതിന് നിബന്ധന വേണം. എങ്ങനെയാ നിബന്ധന? എല്ലാവരും കടമകളെ ഭഗവാൻ കൊടുത്തിട്ടുള്ള പ്രസാദമായി ചെയ്യണം. അങ്ങനെയാണോ ചെയ്യുന്നേ? അല്ല. അങ്ങനെ വേണം ചെയ്യാൻ. അതിനോടുള്ളൊരു താല്പര്യം അങ്ങനെ ആയിരിക്കണം. നമുക്ക് കിട്ടിയിരിക്കുന്ന റോള്, നമ്മൾ ഏത് ഭാഗം ഈ ഭൂമിയിൽ വന്ന് അഭിനയിക്കുന്നുവോ അതിൽ 100% സത്യസന്ധത പുലർത്തിക്കൊണ്ട് വേണം ആ ഭാഗം അഭിനയിച്ച് തീർക്കാൻ. കാരണം
ഈ വേദം ശ്രുതി ജീവിതത്തിന് ഒരു എന്താ പറയാ തുണയായിട്ടിരിക്കുന്ന ഒരു ഉപകരണം എന്ന് ആരും അറിയുന്നില്ല. ഈ വേദവും ശ്രുതിയും പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യ ജീവിതത്തിന് തുണയാണ് എന്നൊരു ബോധം ആദ്യം ഉണ്ടാവണ്ടേ. അത് പലർക്കുമില്ല. വേദം എന്താണെന്ന് പോലും അറിയില്ല, വേദം എന്താണ് പറയുന്നതെന്ന് അറിയില്ല. പിന്നെ ചിലർ തെറ്റായ അറിവുകളുമാണ് ഉള്ളത്. ശ്രുതിയും വേദവും ഒക്കെ നമുക്ക് തുണയാണ്, നമുക്ക് നല്ലതാണ് പറഞ്ഞു തരുന്നേ. നമ്മുടെ ഈ ജീവിതത്തെ ധന്യമാക്കുവാനുള്ളതാണ് അത്. നമ്മുടെ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ ഈ വേദപ്രമാണങ്ങൾക്ക് സാധിക്കും. ഈ ഒരു വിശ്വാസം ആദ്യം വരണം. അങ്ങനെ വിശ്വാസം വന്നാൽ മാത്രമേ അവനവന് കിട്ടിയ കടമകളെ ഈശ്വരന്റെ പ്രസാദമായിട്ട് കണക്കാക്കി അത് നല്ല രീതിയിൽ ചെയ്ത് എത്തേണ്ട ലക്ഷ്യത്തിലേക്ക് എത്തുകയുള്ളൂ. ശ്രദ്ധ വേണം. എന്തിലാണ് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വിശ്വാസം. ഇവിടുത്തെ ശ്രദ്ധ അറിയാലോ, നമ്മൾ ഉപയോഗിക്കുന്ന ശ്രദ്ധ എന്ന് പറയുമ്പോൾ അതൊരു വിശ്വാസമാണ്. എന്തിലാണ് വിശ്വാസം? വേദവാക്യങ്ങളിൽ, ശ്രുതി പ്രമാണങ്ങളിൽ വിശ്വാസം. പിന്നെ അത് പഠിപ്പിക്കുന്ന ഗുരുവിൽ വിശ്വാസം. ഇങ്ങനെ ആ വിശ്വാസം ആദ്യം വേണം. ശാസ്ത്രത്തിന് വിശ്വാസം വേണം. ശാസ്ത്രം എന്താ തരുന്നേ? ശാസ്ത്രം നമ്മളോട് ചെയ്യേണ്ട കാര്യങ്ങളും പറയും, ചെയ്യരുതാത്തതും പറഞ്ഞു തരും. ഇന്നന്ന കാര്യങ്ങൾ ചെയ്യണം നിങ്ങളുടെ ജീവിതം ധന്യമാകുവാൻ, ഇന്നന്ന കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്നും കൂടി അതിനകത്ത് പറയും. മദ്യപാനം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യരുത് എന്ന് പലതും ഉണ്ട്. അങ്ങനെ പാപകർമ്മങ്ങളൊന്നും ചെയ്യരുത് എന്ന്, ഇതൊക്കെ പാപമാണ്, ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു തരും. നിസ്സാരം തൈത്തിരീയോപനിഷത്തിൽ പറയുന്നു, സത്യം വദ ധർമ്മം ചര. നിസ്സാര 2 കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിനകത്ത് 2 കാര്യം വളരെ ശരിയല്ലേ? സത്യമേ പറയാവൂ, ധർമ്മപരമായേ ജീവിക്കാവൂ. അപ്പൊ അങ്ങനെ ഉള്ളപ്പോ എന്താണ്? നല്ല കാര്യങ്ങൾ ചെയ്താൽ പുണ്യമാണ്, നമുക്ക് അറിയാം. അതുപോലെ കാര്യങ്ങൾ ചെയ്താൽ പാപവും ഉണ്ട് ഫലം. അപ്പോ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്താൽ പാപമാണ്, അദൃഷ്ടഫലം. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്താൽ ഉടനെ ഒന്നും കാണില്ല ഫലം. ചില കാര്യങ്ങളൊക്കെ ഉടനെ ഫലം കാണുള്ളൂ, ചിലത് ഉടനെ ഒന്നും കാണില്ല. അതിന് അദൃഷ്ടഫലം വരും. നല്ലത് ചെയ്താലുള്ള അദൃഷ്ടഫലം എന്താണ്? പുണ്യമാണ്, അല്ലേ? ഒരാൾക്ക് ദാനം കൊടുത്തു, അപ്പൊ തന്നെ നമുക്ക് എന്തെങ്കിലും അതിന്റെ റിസൾട്ട് ഒന്നും കാണില്ലല്ലോ. അതൊരു പുണ്യപ്രവൃത്തിയാണ്. അതിന് ഒരു പുണ്യം എന്നൊരു അദൃഷ്ടഫലമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ വേണ്ട സമയത്ത്, അതാത് സമയത്ത് വേണ്ട രീതിയിൽ അത് ഈശ്വരൻ നമുക്കുള്ളൊരു സഹായമായി ആ പുണ്യത്തെ തരും, ഒരു സന്തോഷമായി തരും, ഒരു അനുഗ്രഹമായി തരും. ഒരു പ്രതിസന്ധിയിൽ നമ്മളെ കരകയറാനായിട്ട് ആ പുണ്യം പ്രയോജനം ചെയ്യും. ഇത് ശാസ്ത്രം പറഞ്ഞു തരുന്നതാണ്. അതുമാതിരി ഒരാളെ ഉപദ്രവിക്കുന്നു, വേദനിപ്പിക്കുന്നു, അപ്പൊ നമുക്കൊരു സന്തോഷമാണ് തോന്നുന്നത്. അയാളുടെ വേദന കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും. പക്ഷേ അതിനൊരു അദൃഷ്ടഫലം അപ്പുറത്തുണ്ടാകുന്നുണ്ട്. എന്താണ്? ഒരു പാപം. ഒരാളെ വേദനിപ്പിക്കുമ്പോൾ ഒരു പാപം ഉണ്ടാകുന്നുണ്ട്. അതൊരു അദൃഷ്ടഫലമാണ്. അത് തിരിച്ച് നമ്മളെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളെയും ബാധിക്കും, നമുക്ക് കഷ്ടത തരും, ദുഃഖം തരും, സങ്കടം തരും എന്നുള്ള ഈ കാര്യങ്ങളൊക്കെ ശാസ്ത്രമാണ് വൃത്തിയായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പൊ ശാസ്ത്രത്തിൽ വിശ്വാസം വേണം. കാരണം ഈ പുണ്യവും പാപവും ഒന്നും കാണാൻ പറ്റത്തില്ല, അദൃഷ്ടമാണത്. കാണാൻ പറ്റുമോ? അതാ പുണ്യം വരുന്നു, അല്ലെങ്കിൽ ഇതേ പാപം വരുന്നു, ഇതാണ് പുണ്യം, ഇതാണ് പാപം, അതൊന്നും കാണാൻ പറ്റത്തില്ല. ഇത് ജീവിതത്തില് ചില സന്ദർഭങ്ങളിൽ നമുക്ക് നോക്കിയാൽ ബുദ്ധിയുള്ളവന് മനസ്സിലാക്കാൻ പറ്റും. അവിചാരിതമായിട്ട് ചില സംഭവങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാതെ ചില സംഭവങ്ങൾ വരുമ്പോൾ അറിയാം ഇത് പാപമാണ്, ഇത് പുണ്യമാണ്. അപ്പൊ നമ്മൾ പുണ്യം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറയും, ഓ ഏത് ജന്മത്തിൽ ചെയ്ത പുണ്യമാണാവോ എന്ന് നമ്മൾ സ്വയം പറയും. അതേപോലെ പറയും, ഏത് ജന്മത്തിൽ ചെയ്ത പാപമാണാണോ, ഈ ജന്മത്തിൽ ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ ഭഗവാനെ, ഇത് ഏത് ജന്മത്തിൽ ചെയ്ത പാപമാണോ. അങ്ങനെ ഒരു അറിവുണ്ടെങ്കിൽ തന്നെ വലിയ കാര്യമാണ്. ആ ഒരു അറിവ് ആർക്കും ഇല്ല, അതാണ് പ്രശ്നം. ആ അറിവുള്ളവർ ഭാഗ്യവാന്മാരാണ്. അപ്പോ എന്താണ് അവിടെ പറയുന്നേ? ശ്രുതി പ്രമാണൈക മതേഹേ. ശ്രുതി വേദം, പ്രമാണം തെളിവ് അഥവാ ആധാരം. ഏകമതേഹേ ഒരു ബുദ്ധി, ഏകമതേഹേ ഒരേ ഒരു ബുദ്ധിയോടുകൂടി ഇത് ശരിയാണ് വേദങ്ങൾ പറയുന്നത്, വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്ന ഏകബുദ്ധി.
അപ്പൊ ശാസ്ത്രത്തിൽ വിശ്വാസം വളർത്തണം. ഇപ്പോ നമ്മുടെ കണ്ണ് എല്ലായ്പ്പോഴും നമുക്ക് സത്യം മാത്രമല്ല കാണിച്ചു തരിക, അല്ലെ? ഇപ്പൊ കാനൽ ജനം എന്ന് പറയുമല്ലോ, ഈ മരുഭൂമിയിലെ ജലം കാണുന്നത്, അല്ലെ? ദൂരെ ജലം കെട്ടിക്കിടക്കുന്ന പോലെ തോന്നും, നല്ല ചൂട് വെയിലത്ത് മരുഭൂമിയിൽ. അപ്പൊ കാണുമ്പോ കാഴ്ചക്ക് അത് ജലമാണ്, പക്ഷെ സമീപത്ത് ചെല്ലുമ്പോൾ ജലമില്ല. അപ്പൊ കണ്ണിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കരുത് എന്നും കൂടി ശാസ്ത്രം പറയുന്നുണ്ട്. അതേപോലെ മറ്റുള്ളവരുടെ വാക്ക് എല്ലായ്പ്പോഴും ശരിയാണോ? ചിലർ പറയുന്ന വാക്കുകൾ എല്ലായ്പ്പോഴും ശരിയാണോ? അല്ല, തെറ്റും. എന്നാൽ വേദവാണി ഒരിക്കലും തെറ്റില്ല. വേദത്തില് തെറ്റില്ല. വേദത്തിൽ പറഞ്ഞതെല്ലാം ശരി മാത്രമേ വേദം പറഞ്ഞിട്ടുള്ളൂ, ശരി മാത്രമേ അതിനകത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേദത്തെ പൂർണ്ണമായി വിശ്വസിക്കാം. സ്വന്തം കണ്ണുകളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. വേദത്തെ പൂർണ്ണമായി വിശ്വസിക്കാം. കാരണം അത് ഈശ്വരന്റെ വാഗ്ദാനമാണ്. ഈശ്വരൻ സാക്ഷാൽ സച്ചിദാനന്ദ പരബ്രഹ്മസ്വരൂപം ആരാണോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, ഏത് ശക്തിയാണോ ഇതെല്ലാം നിയന്ത്രിക്കുന്നത്, ആ ശക്തിയുടെ വാഗ്ദാനമാണ് വേദം അഥവാ ശ്രുതി. ശാസ്ത്രത്തിലെ വിശ്വാസമുള്ളവനെ, അങ്ങനെയുള്ള ഒരാൾക്ക് സ്വധർമ്മം അല്ലെങ്കിൽ കടമ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇതെന്റെ കടമയാണ്, ഞാനിത് ചെയ്യണം എന്നറിയണമെങ്കിൽ മിനിമം ശാസ്ത്രബോധം വേണം. അങ്ങനെ അതുണ്ടെങ്കിൽ ഒരു നിഷ്ഠ ഉണ്ടാവും, മെല്ലെ മെല്ലെ നിഷ്ഠയുണ്ടാവും, അതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. നിഷ്ഠ എന്ന് പറയുന്നത് ഉറച്ചു നിൽക്കുക, അങ്ങനെ സാധിക്കും. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് സ്വന്തം കടമകളെ തിരിച്ചറിഞ്ഞ് അതിൽ ഉറച്ച് നിൽക്കുക, ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ കടമകൾ ചെയ്താൽ എന്താണ് പ്രയോജനം എന്നൊരു ചോദ്യം, ഇല്ലേ? എന്ത് കാര്യത്തിനും ഇപ്പൊ എനിക്ക് എന്താ ഗുണം എന്ന് ചോദിക്കുമല്ലോ. എന്ത് കാര്യത്തിനും ഇപ്പൊ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്ക് എന്താണ് ഗുണം? അപ്പോ അതുപോലെ സ്വന്തം കടമകൾ ചെയ്താൽ എന്താണ് പ്രയോജനം? സ്വന്തം കടമകളെ ശരിക്കും ചെയ്താൽ എന്താണ് നമുക്കറിയാം അതിന്റെ പ്രയോജനം, ഇല്ലേ? ഓരോ കടമ ചെയ്യുമ്പോൾ എന്താ പ്രയോജനം ഉണ്ടാകുന്നേ? ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ പ്രയോജനം ഉണ്ടാകുന്നേ? വിശപ്പ് മാറുന്നു. ആർക്കാ വിശപ്പ് മാറുന്നേ? വല്ലവർക്കാണോ? അല്ല, അവനവന്. അപ്പോ അവനവന് കടമ ചെയ്യുമ്പോ അവനവന് പ്രയോജനം ഉണ്ടാവും, ഒരു അറിവ് അതിൽ കൂടി ഉണ്ടാകും. അതെന്താണെന്ന് പറയാണ്. അത് വേറെ ആർക്കും അല്ല നിൽക്കുന്നത്. അവനവന്റെ കടമ അവനവൻ ചെയ്യുമ്പോ ഒരു വലിയ റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ അവനവന് വിശപ്പ് മാറുന്നു. അതുപോലെ സ്വന്തം കടമകളെ ചെയ്യുമ്പോൾ അവനവന് വലിയ ഒരു റിസൾട്ട് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. എന്താണ്? ശ്രുതിപ്രമാണൈകമതേ സ്വധർമ്മനിഷ്ഠ തയൈവ ആത്മവിശുദ്ധിരസ്യ തയാ ഏവ ആത്മവിശുദ്ധി അസ്യ. അസ്യ ആർക്കാണ്? ഈ സാധകന്. അസ്യ എന്ന് പറയുമ്പോ ഈ സാധകന് തയാ ഏവ, എന്തിനാൽ? സ്വധർമ്മനിഷ്ഠയാൽ, അതുകൊണ്ട് തന്നെ, സ്വധർമ്മനിഷ്ഠ കൊണ്ട് തന്നെ, തയാ ഏവ ആത്മവിശുദ്ധി. ഇവിടെ ആത്മാ എന്നതിന് മനസ്സെന്നാണ് ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആത്മവിശുദ്ധി, അതായത് ആത്മാവ് വിശുദ്ധമായത് തന്നെയാണ്. അതുകൊണ്ട് ആത്മവിശുദ്ധി അങ്ങനെ പറയാമെന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഈ സ്ഥലത്ത് ആത്മാ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് മനസ്സിനെ കാണിക്കാനാണ്. ആത്മവിശുദ്ധി, മനഃശുദ്ധി കൈവരും. എങ്ങനെ? കർമ്മയോഗം അനുസരിച്ച്, തയാ ഏവ, സ്വധർമ്മനിഷ്ഠയാൽ. അവനവന്റെ കടമകൾ ചെയ്ത് ഭംഗിയായി ജീവിച്ചാൽ കർമ്മയോഗമാണ് അവിടെ ചെയ്യപ്പെടുന്നത്. കർമ്മയോഗം അനുസരിച്ചാണ് അപ്പോൾ ജീവിക്കുന്നത്. അങ്ങനെ ജീവിച്ചാൽ മനഃശുദ്ധി ഉണ്ടാകും. മനഃശുദ്ധി ഉണ്ടാകും, അല്ലേ? നമ്മൾ നേരത്തെ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും, മോക്ഷം വേണമെങ്കിൽ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും വേണമെന്ന് പഠിച്ചിട്ടുണ്ട്. മനഃശുദ്ധി, മന ഏകാഗ്രത, മനവിശാലത. ഇത് 3 ഉണ്ടെങ്കിൽ മോക്ഷം ഉറപ്പാണ്. അവസാനത്താണ് മനവിശാലത. ആദ്യത്തത് മനഃശുദ്ധി. ഇപ്പൊ നമുക്ക് ആലോചിച്ചാൽ അറിയാം നമ്മുടെ മനസ്സ് ശുദ്ധമാണോ? ഒരു മിനിറ്റ് ചിന്തിച്ചാൽ അറിയാം.
ശുദ്ധമല്ലാത്ത എന്തൊക്കെയോ ഉണ്ടെന്ന് ഉറപ്പായിട്ടും കാണും അല്ലെ? ചെറിയ ചെറിയ കുശുമ്പുകൾ, ചെറിയ ചെറിയ അസൂയ, ഇങ്ങനെ പലതും ചെറുതായിട്ടെങ്കിലും കാണും. ഒരു തൃപ്തിക്കുറവ്, അതൊക്കെ മനഃശുദ്ധിയുടെ കുഴപ്പമാണ്. അപ്പൊ മനഃശുദ്ധി എങ്ങനെ ഉണ്ടാവും? എന്റെ കടമ ഞാൻ നല്ലവണ്ണം നിർവഹിച്ചു എന്ന് അവനവന് ഉത്തമ ബോധ്യം ഉണ്ടായാൽ അപ്പൊ എന്തായി? മനസ്സ് ശുദ്ധമായി അവിടെ. അപ്പൊ മനസ്സ് ശുദ്ധമായി, ഞാൻ ചെയ്തു. പിന്നെ അവിടെ യാതൊരു അശുദ്ധിക്കുള്ള ഒരു വകുപ്പില്ല അവിടെ. കാരണം എന്റെ കയ്യിൽ തന്നെയാണ് എന്റെ മനസ്സ്. ഞാൻ പൂർണ്ണമായിട്ടൊരു കാര്യം, വ്യക്തമായിട്ടൊരു കാര്യം ചെയ്തു, എന്റെ ധർമ്മം അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു, ഞാൻ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ എന്റെ മനസ്സ് ശുദ്ധമാണ്. ആരെന്തെങ്കിലും പറഞ്ഞോട്ടെ, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ കയ്യിലല്ലേ നമ്മുടെ മനസ്സിരിക്കുന്നേ. വിശേഷ ബുദ്ധിയിൽ കൂടിയാണ് സാധിക്കുന്നത്. വിശേഷ ബുദ്ധി എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ഒരു വിശേഷ ബുദ്ധിയാണത്. അപ്പൊ ചോദിക്കും, മനഃശുദ്ധി എന്നാൽ എന്ത്? ദേഹശുദ്ധി നമുക്കറിയാലോ അല്ലേ? ദേഹശുദ്ധി രണ്ടു നേരം ദേഹശുദ്ധിയൊക്കെ വരുത്തണം നാമം ചൊല്ലുന്നതിന് മുന്നേ എന്നൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ട്. ദേഹശുദ്ധി നമുക്കറിയാം. അപ്പൊ മനഃശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഹശുദ്ധിക്ക് ദേഹത്തിലെ അഴുക്ക് പോകലാണ്. മനഃശുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സിലെ അഴുക്ക് പോകലാണ്. മനസ്സിലെ അഴുക്കുകൾ എന്താണ്? ഷഡ്രിപുക്കൾ അറിയാലോ. കാമക്രോധ ലോഭ മതമാത്സര്യങ്ങള്. താപ ക്രോധ ലോഭ മോഹ മതമാത്സര്യങ്ങൾ അല്ലെ? 6 ഉണ്ട്. അതിനെ ഒറ്റ വാക്യം പറഞ്ഞാൽ രാഗദ്വേഷാദികൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഇഷ്ടാനിഷ്ടങ്ങൾ എന്ന് പറയാം. നമുക്ക് മനസ്സിലാവുന്ന വാക്യം പറയുകയാണെങ്കിൽ രാഗദ്വേഷം, ഇഷ്ടാനിഷ്ടങ്ങള്, ഇവയൊക്കെയാണ് മനസ്സിനെ അശുദ്ധമാക്കി വെച്ചിരിക്കുന്നത്. രാഗദ്വേഷാദികൾ എന്ന് പറഞ്ഞാൽ രാഗവും ദ്വേഷവും. ചിലതിനോട് രാഗം, ചിലതിനോട് ദ്വേഷം. ഈ രാഗമൊന്നും
സായിരാം. നെറ്റ് പെട്ടെന്ന് കണക്ഷൻ പോയതാണ്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് തയാ ഏവ ആത്മവിശുദ്ധി അസ്യ. സാധകന് സ്വധർമ്മനിഷ്ഠയാൽ കർമ്മയോഗമനുസരിച്ച് ജീവിച്ചാൽ ആത്മശുദ്ധി ഉണ്ടാകും, വിശേഷ ബുദ്ധി ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോ മനസ്സിലെ അഴുക്കുകൾ മാറും, ഷഡ്രിപുക്കൾ മനസ്സിൽ നിന്ന് പോകും, രാഗദ്വേഷം ഇഷ്ടാനിഷ്ടങ്ങൾ അങ്ങനെയുള്ളതൊന്നും ഇല്ലാതെ സ്വതന്ത്രമായ ഒരു മനസ്സുണ്ടാകും, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മനസ്സുണ്ടാവും, ഒന്നിനോടും പ്രത്യേക ഇഷ്ടമോ ഒന്നിനോടും പ്രത്യേകിച്ച് വെറുപ്പോ ഇല്ലാത്ത ഒരു അവസ്ഥ. ഇത് ഉണ്ടായി കഴിയുമ്പോ എന്താ ഉണ്ടാവുക? അങ്ങനെ പ്രത്യേകിച്ചൊരു ഇഷ്ടവും ഇല്ല, പ്രത്യേകിച്ച് ആരോടും ദേഷ്യവുമില്ല, വെറുപ്പുമില്ല, ഒന്നുമില്ല എന്നൊരവസ്ഥയിൽ എന്തുണ്ടാവും? അപ്പോഴാണ് മനസ്സിൽ വിവേകം ഉദിക്കുക. കാമം കൂടുതലുണ്ടെങ്കിൽ വിവേകം വരില്ല. ക്രോധം, നമുക്കറിയാലോ, നല്ല ക്രോധമുള്ള ഒരാൾക്ക് വിവേകം ഉണ്ടാകുമോ? ഇല്ല. കാരണം ക്രോധം വരുമ്പോൾ വിവേകം മാറി നിൽക്കും. പലപ്പോഴും പറ്റുന്ന അങ്ങനെയല്ലേ? അതുകൊണ്ടല്ലേ ക്രോധം പരമാവധി ഒഴിവാക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം. ദേഷ്യം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വിവേകം നഷ്ടപ്പെടും. അങ്ങനെ ദേഷ്യപ്പെട്ട് ചെയ്യുന്ന പല പ്രവൃത്തികളും വിവേകമില്ലാത്ത പ്രവൃത്തികളാണെന്ന് നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ട്. അപ്പോ അത് വിവേകമില്ലാത്തൊരു രീതിയിലായി പോകും. അപ്പൊ ഈ രാഗദ്വേഷാദികള് നമ്മളിൽ നിന്ന് മാറിയാലേ വിവേകം ഉദിക്കുകയുള്ളൂ മനസ്സില്. മോഹം നീങ്ങി, അപ്പോ അങ്ങനെ വിവേകം വരും. വിവേകം വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അപ്പോ മോഹം നീങ്ങും. ഓരോ വികാരങ്ങളിലും മോഹം എന്നുള്ളൊരു കാര്യം മാറുമ്പോൾ എല്ലാത്തിനോടും വേണം വേണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഈ മോഹം. എല്ലാത്തിനോടും മോഹം, എനിക്കത് വേണം ഇത് വേണം എന്നുള്ള മോഹം. ഇങ്ങനെയുള്ള മോഹം കൂടെ നീങ്ങുമ്പോൾ എന്തുണ്ടാവും? ഇതൊക്കെ ഈ സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ശുദ്ധിയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോൾ പ്രത്യേകിച്ച് മോഹങ്ങൾക്കൊന്നും അവിടെ വഴിവരില്ല. അങ്ങനെ വരുമ്പോ എന്തുണ്ടാവും? വൈരാഗ്യവും പതുക്കെ പതുക്കെ ഉടലെടുക്കും. വിവേകം വരും, അതിന്റെ പുറകെ മെല്ലെ വൈരാഗ്യം പതുക്കെ വരും. അപ്പോ ഏറ്റവും വലിയ അഴുക്ക് ജീവിത ലക്ഷ്യം അറിയായ്മയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ത് എന്ന് അറിയാതിരിക്കലാണ് ഏറ്റവും വലിയ മനസ്സിലെ അഴുക്ക്. അപ്പൊ അത് മാറും. കുറെ കഴിയുമ്പോ എന്തുണ്ടാവും? സ്വധർമ്മം അനുഷ്ഠിച്ച് വരുമ്പോ ഈ അഴുക്ക് പോകുമ്പോ എന്തുണ്ടാവും? അന്തിമ ലക്ഷ്യം ഈ കാണുന്നതൊന്നും അല്ലല്ലോ, വേറൊരു അന്തിമ ലക്ഷ്യം ഉണ്ടല്ലോ ശ്രുതി പ്രമാണം അനുസരിച്ച് എന്നുള്ള ഒരു ചിന്ത വരും. അപ്പോ ആണ് മുമുക്ഷുത്വം എന്നുള്ള സംഗതി വരിക. അപ്പോ വിവേകം വരും, അതിന്റെ പുറകെ വൈരാഗ്യം വരും, പിന്നീട് മുമുക്ഷുത്വവും ഉണ്ടാകും. അപ്പോ ആ ലക്ഷ്യം നേടണം എന്നുള്ള മുമുക്ഷുത്വം. എന്താണ് ജീവിത ലക്ഷ്യം, അന്തിമ ലക്ഷ്യം എന്താണ്, ഞാൻ എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടത് എന്നുള്ള ആ ശരിയായിട്ടുള്ള ബോധം ഉണ്ടാകും. അപ്പൊ ഭക്ഷണത്തെ ലക്ഷ്യം വിചാരിച്ച ആളെന്ത് ചെയ്യും? ഭക്ഷണം കിട്ടണം എന്ന് വിചാരിക്കുന്ന ആളെന്ത് ചെയ്യും? ഭക്ഷണത്തെ തേടി നടക്കും, ഇല്ലേ? ഇപ്പൊ നമ്മൾക്ക് ഇന്ന ഒരു പ്രത്യേക ഫുഡിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്, ഒരു പ്രത്യേക ഐറ്റം വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഏത് ഹോട്ടലിലാണ് അല്ലെങ്കിൽ എവിടെയാണ് ആ എനിക്കിഷ്ടപ്പെട്ട ആ ഭക്ഷണം കിട്ടുക, അതന്വേഷിച്ച് നമ്മൾ നടക്കും. നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് എവിടെയാണോ കിട്ടുക അവിടെ വരെ പോയി അത് മേടിക്കാൻ നമ്മൾ തയ്യാറാകും. അതുപോലെ ഓരോ വസ്തുക്കളിൽ ആഗ്രഹം വന്നാൽ എന്തുണ്ടാവും? ആ വസ്തു എവിടെ കിട്ടുമോ അതന്വേഷിച്ച് പോയി അവിടെ നിന്ന് കിട്ടും, മേടിക്കും. അപ്പോഴേ ഒരു സമാധാനം, ഒരു സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ. ഏത് വസ്തുവിനെ ആഗ്രഹിക്കുന്നുവോ ആ വസ്തുവിനെ കിട്ടാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യുകയും ചെയ്യും, അന്വേഷിച്ചു പോവുകയും ചെയ്യും. പ്രത്യേകിച്ച് അത് ഓർക്കണം, അന്വേഷിച്ചു പോകും ആ വസ്തു ലഭിക്കാനായിട്ട്. അതുപോലെ തത്വഗ്രഹണം എന്ന ആഗ്രഹം വന്നാൽ, അതായത് അന്തിമ ലക്ഷ്യം എന്താണ് എന്നൊരു ചിന്ത വന്നു, ശാശ്വതമായ സുഖം എവിടെയാണെന്നൊരു ചിന്ത വന്നു, നമ്മളിങ്ങനെ ജനിക്കുന്നു മരിക്കുന്നു, ഇതിന്റെ ഒരു സത്യം എന്താണ്, ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്ന ശക്തി ഉണ്ടെന്ന് പറയുന്നു, അത് ആരാണ്, നമുക്കും നമ്മുടെ കയ്യിലല്ല മരണവും ജനനവും, അതെങ്ങനെയോ സംഭവിക്കുന്നു, അപ്പൊ ഇതിന്റെ സത്യം എന്താണ്, ഇതെങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, നമ്മൾ ദിവസവും ഉറങ്ങുന്നു എണീക്കുന്നു, നമ്മുടെ കണ്ണിന് കാഴ്ചശക്തിയുണ്ട്, ചെവിക്ക് കേൾവി ശക്തിയുണ്ട്, ഇങ്ങനെ ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു,
ഉറങ്ങുന്ന സമയത്തും ശ്വാസോച്ഛ്വാസം, ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം നമ്മുടെ ഒരു പ്രത്യേകിച്ച് ഒരു കൺട്രോളും ഇല്ലാതെ തന്നെത്താൻ നടക്കുന്നു. നമ്മളൊന്നും ചെയ്യുന്നില്ല, തന്നെ സംഭവിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അത് അതിൻ്റെതായ രീതിയിൽ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അനസ്യൂതം തുറന്നുകൊണ്ടിരിക്കുന്നു ഈ ലോകത്തിന്റെ പോക്ക്, എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇതെന്താണ്? ഏത് ശക്തിയാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്? ഇതൊന്ന് അറിയണമല്ലോ എന്നുള്ള ഒരു തോന്നലുകൾ ഉണ്ടാകും. അപ്പോ മനഃശുദ്ധി എത്രയും ഉണ്ടോ അത്രയും വേഗം ഇത് അറിയണമെന്ന് ആഗ്രഹം വരും. മനഃശുദ്ധി വരുമ്പോ വരുന്ന മുമുക്ഷുത്വം വരും, ആ വിവേകം വരും, വൈരാഗ്യം വരും, മുമുക്ഷുത്വം വരും. മനഃശുദ്ധിയാണ് ഇതിന്റെയൊക്കെ ബേസ്. അങ്ങനെ വരുമ്പോ ഇതൊക്കെ വേണം എന്നുള്ള ആഗ്രഹം മുന്നോട്ട് വരും. അത്രയും വേഗം വേദാന്തം. അപ്പോ ആഗ്രഹം വന്നാൽ എത്രത്തോളം മനഃശുദ്ധി ഉണ്ടോ അത്രയും വേഗം വേദാന്തം പഠിക്കാൻ തുടങ്ങും. അപ്പൊ നമുക്കൊക്കെ കിട്ടിയ കുറെ കർമ്മങ്ങൾ ശുദ്ധമായിട്ട് ചെയ്തിട്ടുണ്ട്, മനഃശുദ്ധിയോടെ കർമ്മം സ്വധർമ്മം നന്നായിട്ട് ചെയ്തത് കൊണ്ടാണ് നമുക്കും ഇന്ന് വേദാന്തം പഠിക്കണമെന്ന് തോന്നൽ ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്കിപ്പോൾ അഭിമാനിക്കാം, അല്ലെ? സ്വധർമ്മം ചെയ്തത് കൊണ്ടേ വരുള്ളൂ എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ സ്വധർമ്മം ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ, അതുകൊണ്ട് നമുക്ക് വിവേകം വന്നു, വൈരാഗ്യം കുറേശ്ശെയെങ്കിലും വന്നു, മുമുക്ഷുത്വം ഒരു സ്വല്പമെങ്കിലും മനസ്സിന്റെ ഏതോ ഒരു കോണിൽ ശക്കലം എവിടെയോ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് വേദാന്തം പഠിക്കണമെന്ന് തോന്നി. അങ്ങനെ ഉപനിഷത്തുകളും വേദാന്തവും വിവേക ചൂടാമണിയും ഒക്കെ നമ്മൾ തത്വബോധവും ഒക്കെ പഠിക്കും തുടങ്ങി. അങ്ങനെ നമ്മൾ ഇതിനകത്തേക്ക് പ്രവേശിച്ചു. ഈ യാത്ര തുടങ്ങി അന്തിമ ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ പ്രവേശിച്ച് നടന്നു തുടങ്ങി. നമ്മൾ തീർച്ചയായിട്ടും സ്വധർമ്മം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോ വിവേക ചൂടാമണിയില് സംസാരത്തിൽ കഷ്ടപ്പെട്ട് മടുത്ത ഒരു ശിഷ്യനാണ് വന്ന് ചോദ്യങ്ങൾ ചോദിച്ചത്, അല്ലെ? ഗുരുവിന്റെ അടുത്ത് ആദ്യം വന്ന് നേരം നമ്മൾ വിവേക ചൂടാമണി പഠിക്കാൻ തുടങ്ങിയപ്പോ സംസാര സാഗരത്തിൽ കിടന്ന് നീന്തി തുടിച്ച് വെള്ളം കുടിച്ച് മുങ്ങിച്ചാകാറായ ഒരു ശിഷ്യനാണ് ഗുരുവിനോട് ചോദിച്ചേ, ഒരു മോചനത്തിന് വഴിയുണ്ടോ? ഈ സംസാര സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, നീന്തി രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചു. അതുപോലെ നമ്മളും നല്ല ഒരു ഗുരുവിനെ അന്വേഷിച്ച് ചെല്ലും. എപ്പോൾ? സ്വധർമ്മം നല്ല രീതിയിൽ അനുഷ്ഠിച്ചാൽ. അങ്ങനെ ആ ഗുരുവിനെ സേവിക്കും, ഗുരുവിനെ കണ്ടുപിടിക്കും, ഒരു ഗുരുവിനെ കിട്ടും, ആ ഗുരുവിനെ സേവിച്ച് ജ്ഞാനം സമ്പാദിക്കാൻ തുടങ്ങും, അറിവ് നേടാൻ തുടങ്ങും. ഇത് തന്നെയാണ് ജ്ഞാനയോഗം. അങ്ങനെ അറിവ് നേടി തുടങ്ങുമ്പോഴാണ് ജ്ഞാനയോഗമായി. അവിടെ ശാസ്ത്ര വിചാരം ചെയ്യലാണ് ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ. ശാസ്ത്ര വിചാരം ചെയ്യൽ, ശാസ്ത്രശ്രവണം, മനനം, ഇതൊക്കെ വരുമ്പോഴാണ് എന്ത് വരുന്നേ? ജ്ഞാനയോഗം വരുന്നേ. ഇപ്പൊ നാം ചെയ്യുന്നത് ജ്ഞാനയോഗമാണോ? ആണ്. ഇപ്പൊ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജ്ഞാനയോഗമാണ്. കർമ്മയോഗം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ജ്ഞാനയോഗത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചത്. അവനവനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവനവനെ കുറിച്ച് പൂർണ്ണ വിശ്വാസം വേണം. നമ്മൾ ആരും മോശം ആൾക്കാരല്ല, നമുക്ക് അതിയായ ഈശ്വര അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്, സത്കർമ്മങ്ങൾ ധാരാളം നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ജന്മങ്ങളിൽ. അതുകൊണ്ട് മാത്രമാണ് വിവേക ചൂടാമണി പോലെയുള്ള ഒരു ആധ്യാത്മിക ഗ്രന്ഥം, ശങ്കരാചാര്യ സ്വാമികളുടെ ഗ്രന്ഥം പഠിക്കാൻ തോന്നിയതും അത് പഠിച്ചുകൊണ്ടിരിക്കുന്നതും. അല്ലെങ്കിൽ ഒന്നും തോന്നില്ല. അപ്പോ അങ്ങനെ ഇപ്പൊ ജ്ഞാനയോഗത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് നടന്നോളൂ, ഇതങ്ങ് മുന്നോട്ട് പൊക്കോളും. അനസ്യൂതം ഇത് പൊക്കോളും, ഒന്നിനെ കൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. സ്വധർമ്മം ചെയ്തുകൊണ്ട് ഇനിയുണ്ടല്ലോ പലതും സ്വധർമ്മങ്ങൾ ഇനി നമ്മുടെ ഉണ്ട്. ആ ധർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ വഴി തെളിഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പോ മനഃശുദ്ധി കൊണ്ട് വേദാന്ത ശ്രവണം വേണം എന്ന് തോന്നിയിട്ടുണ്ട്. വേദാന്ത ശ്രവണം കൊണ്ട് എന്താണ് അവിടെയാണ് പറയുന്നത്? വേദാന്ത ശ്രവണം കൊണ്ട് എന്താണ് ഇവിടെ പറയുന്നേ? തയൈവ ആത്മവിശുദ്ധിരസ്യ വിശുദ്ധ ബുദ്ധേഹേ പരമാത്മവേദനം. അതാണ് ഇവിടെ പറഞ്ഞത്. വിശുദ്ധ ബുദ്ധേഹേ, ആ വിശുദ്ധമായ ബുദ്ധി ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. മനഃശുദ്ധി വരുമ്പോ ആ മനഃശുദ്ധിയോടുകൂടിയുള്ള ബുദ്ധി ഉപയോഗിച്ച് എന്തുണ്ടാവും? ഈശ്വരനെ കുറിച്ചുള്ള അറിവ്, പരമാത്മ
ആത്മവേദനം, ഈശ്വരനെ കുറിച്ചുള്ള, പരമാത്മാവിനെ കുറിച്ചുള്ള അറിവ് വേണം എന്ന് തോന്നും. അത് തോന്നിയതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ പീഡിരിക്കുന്നത്. കർമ്മയോഗം കൊണ്ട് വിശുദ്ധ ബുദ്ധി കിട്ടും. വിശുദ്ധ ബുദ്ധി കൊണ്ട് ജ്ഞാനയോഗം സമ്പാദിക്കും. വിശുദ്ധ ബുദ്ധി കൊണ്ട് എന്തുണ്ടാവും? ജ്ഞാനയോഗത്തിലേക്ക് പ്രവേശിക്കും. ജ്ഞാനയോഗ ഫലമോ? പരമാത്മാവിനെ കുറിച്ചുള്ള അറിവ്. ജ്ഞാനയോഗം കൊണ്ട് പരമാത്മതത്വം അറിയും. അത് തന്നെ ജ്ഞാനം. പരമാത്മതത്വം അറിഞ്ഞാൽ അതാണ് ജ്ഞാനം. മനസ്സ് ശുദ്ധമാകാതെ ശാസ്ത്രശ്രവണം നടത്തിയാലോ? മനസ്സ് ശുദ്ധമായിട്ടില്ല, ശാസ്ത്രശ്രവണം ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്, എന്താ കാര്യം? ഒരു പ്രയോജനം ഉണ്ടാവില്ല, ജ്ഞാനം വരില്ല, സംശയിക്കുകയേ വേണ്ട. പക്ഷേ അങ്ങനെ കുറെ ശ്രവണം ചെയ്താൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും. എന്താണ്? മനഃശുദ്ധി ഇല്ലാതെയല്ലേ ഇത് കേൾക്കൊണ്ടിരിക്കുന്നത്. പതുക്കെ പതുക്കെ മനഃശുദ്ധി വരും. ജ്ഞാനം പെട്ടെന്ന് അവിടെ വരത്തില്ല വേദാന്ത ശ്രവണം കൊണ്ട്. മനഃശുദ്ധി ഇല്ലാത്ത ആള് വേദാന്ത ശ്രവണം നിർബന്ധമായിട്ടും കുറെ നാള് ചെയ്താൽ ചെറുതായിട്ട് മനഃശുദ്ധി വന്നു തുടങ്ങും. മെല്ലെ മെല്ലെ മനഃശുദ്ധി വരും. അത് മനഃശുദ്ധിയിലേക്ക് നയിക്കും. അപ്പൊ വേദത്തിന് ശ്രുതിക്ക് അങ്ങനെ ചില ശക്തികളുണ്ട്. തൽക്കാലം അതിനകത്ത് ആഗ്രഹവും ഇഷ്ടവും ഒന്നും ഇല്ലെങ്കിലും കുറെ നാള് കേൾക്കുമ്പോ അത് ഒരു പരിവർത്തനം ഈ മനുഷ്യനിൽ ഉണ്ടാക്കും. അതിനുള്ള ശക്തി വേദത്തിനുണ്ട്. പലരും ഈ അറിവ്, മനഃശുദ്ധിയൊക്കെ നേടും. എന്നിട്ട് അതില് ഒരു തുടർന്നിരിക്കാൻ, അതൊരു നിഷ്ഠയായിട്ട് കൊണ്ടുപോകാൻ പലർക്കും പറ്റാറില്ല. അത് ഒരു ആത്മീയ പാതയിലുള്ള വലിയൊരു ബുദ്ധിമുട്ടാണ്. പലർക്കും സംഭവിക്കുന്നതാണ്. കുറെ പഠിക്കും, വായിക്കും, മനസ്സിലാക്കും, കുറച്ചു നാൾ അങ്ങനെയൊക്കെ ജീവിച്ചു നോക്കും, പിന്നെ അത് പെട്ടെന്ന് ഫെയിലിയർ ആയി പോകും. അറിവ്, മനഃശുദ്ധിയൊക്കെ നേടും, അതിൽ നിഷ്ഠ ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. അതായത് അതിൽ തുടർന്നിരിക്കൽ. നിഷ്ഠ എന്ന് പറഞ്ഞാൽ തുടർന്നിരിക്കൽ. നമുക്ക് ഏതൊരു ഹാബിറ്റായി മാറിയോ അതിൽ തുടർന്ന് ഇരിക്കാൻ സാധിക്കില്ല. അപ്പൊ അതിനൊരു ഉദാഹരണമാണ്, ചിലപ്പോ ചില മലയുടെ മുകളിൽ കയറാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി മലയുടെ ടോപ്പിലേക്ക് ചെല്ലും. കൊടുമുടിയുടെ അങ്ങറ്റത്തേക്ക് ചെന്ന് അവിടെ ചെന്ന് നിന്ന് ഒരു സെൽഫിയൊക്കെ എടുക്കും. പക്ഷേ അവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ സാധിക്കുമോ? എത്ര പേർക്ക് സാധിക്കും? അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങണം എന്നുള്ള തോന്നലാണ്. പിന്നെ അടുത്ത സെക്കൻഡിൽ താഴെ വേഗം വരണം. ഞാൻ അവിടെ എത്തി, ഉടനെ താഴെ ഇറങ്ങുക. ഇതുപോലെ ആകരുതെന്നാ പറയുന്നത്. അവിടെ കുറച്ചു നാൾ നിൽക്കാൻ പറ്റണം. ശങ്കരാചാര്യസ്വാമികളൊക്കെ എവിടെയാ? മൂകാംബികപീഠം കുടജാദ്രിയില്. അവിടെയല്ലേ അദ്ദേഹം ഇരുന്ന് എത്ര കാലം ഇരുന്നു അവിടെ. അപ്പോ നമ്മളൊക്കെ ആണെങ്കിൽ കുടജാദ്രി ചെന്ന് കയറി ഉടനെ ഇറങ്ങി പോരും, അല്ലെ? നമ്മുടെ ഒരു കുഴപ്പം അതാ. അപ്പോ അങ്ങനെ സാധിക്കണം. അതായത് ഒരു ഉദാഹരണം പറഞ്ഞതാണ്, നിഷ്ഠയിൽ ഉറച്ചിരിക്കാൻ സാധിക്കണം. അപ്പൊ നിൽക്കാൻ എന്ത് ചെയ്യണം? ശരി, സാധിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കർമ്മയോഗം ചെയ്തു, മുന്നോട്ട് വന്നു, മനഃശുദ്ധിയൊക്കെ ഉണ്ടായി, ജ്ഞാനം കുറേശ്ശെയൊക്കെ സമ്പാദിച്ചു, പല സാധനങ്ങൾ ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ശ്രവണം കഴിഞ്ഞു, മനനവും കഴിഞ്ഞു. ഇനി ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉറച്ചു നിൽക്കാൻ വേണ്ടി ചെയ്യേണ്ടതാണ് നിധിധ്യാസനം എന്ന സാധന. നിധിധ്യാസനം അത് ചെയ്താലേ ഉറച്ചു നിൽക്കുള്ളൂ. അതിൽ കൂടി മാത്രമേ നമ്മൾ ഈ പഠിച്ചതിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. നിധിധ്യാസനം. അപ്പോ ശ്രവണം, മനനം, നിധിധ്യാസനം, ഈ മൂന്നും ചേരണം. നിധിധ്യാസനവും വേണം, അതായത് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. മനനം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ചിന്തിച്ച് അതിന്റെ യാഥാർത്ഥ്യത്തെ ചിന്തിച്ചു കൊണ്ടിരിക്കുക. പിന്നീട് പ്രാക്ടിക്കൽ ലൈഫിൽ നിഷ്ഠയിൽ ഉറച്ചു നിന്ന് മുന്നോട്ടു. അതാണ് നിധിധ്യാസനം. അപ്പൊ ഇത് മൂന്നും ചേർന്നാലേ ജ്ഞാനയോഗം ആവുള്ളൂ. വെറുതെ ശാസ്ത്രശ്രവണമോ? അതൊരു സ്റ്റെപ്പ് മാത്രമേ ആവുള്ളൂ. വെറുതെ ശാസ്ത്രശ്രവണം കേട്ടാൽ ഒരു സ്റ്റെപ്പ് മാത്രം. പിന്നീട് മനനം, നിധിധ്യാസനം നിർബന്ധമായിട്ടും പാലിക്കേണ്ടതാണ്. കർമ്മയോഗം കൊണ്ട് കർമ്മം ചെയ്ത് മനഃശുദ്ധി വന്ന് പിന്നീട് ശ്രവണ, മനന, നിധിധ്യാസനം ചെയ്ത അയാളുടെ അറിവ് മലമുകളിലെത്തി അവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ തക്കവണ്ണം യോഗ്യതയുള്ളമായൊരു ആളായിട്ട് മാറും. അങ്ങനെ ഒരു സാധിക്കുന്ന ആളായിരിക്കും. അവിടെ ചെന്ന് കണ്ടു പെട്ടെന്ന് താഴെ പോരില്ല, അയാൾക്ക് അവിടെ നിൽക്കാൻ സാധിക്കും. എത്ര നാൾ വേണമെങ്കിൽ അയാൾക്ക് നിൽക്കാനുള്ള ധൈര്യവും മനസ്ഥൈര്യവും അയാൾക്ക് ഉണ്ടായിരിക്കും. പിന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ടാറിട്ട റോഡില് നല്ല വെയിലത്ത് നമ്മള്
ഒന്ന് നടക്കണം എന്ന് വിചാരിക്കുക. എങ്ങനെയായിരിക്കും? ഓരോ കാലിന്റെ സ്റ്റെപ്പ് വെക്കുന്നത്? കാൽ പതിയുമ്പോൾ എടുക്കലും പെട്ടെന്ന് പടപടാന്നങ്ങനെ ഓടും അല്ലെ? നല്ല ടാറിട്ട റോഡിൽ പഴുത്ത സമയത്ത് ചെരുപ്പിടാതെ നടക്കുകയാണെങ്കിൽ ഒരു കാലടി വെക്കുന്നത് എടുക്കുന്നത് പടപടാന്നല്ലേ? കാരണം അത് സഹിക്കാൻ പറ്റില്ല ചൂട്. അവിടെ നിൽക്കാൻ പറ്റിയ ഒരാളുണ്ടെങ്കിലോ, അതിൽ കാല് പതിച്ചു നിൽക്കാൻ സാധിച്ചാലോ? അതുപോലെ നിൽക്കാൻ സാധിക്കണം ജീവിതത്തില് എന്നാണ് പറയുന്നത്. ജീവിതത്തില് ധർമ്മനിഷ്ഠമായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ മാതിരി ചുട്ടുപൊള്ളലുകൾ പലതും ഉണ്ടാകാം. സത്യസന്ധമായിട്ട് ജീവിക്കുമ്പോൾ ചുട്ടുപൊള്ളലുകൾ ഉണ്ടാകും. ധർമ്മനിഷ്ഠമായിട്ട് ജീവിക്കുമ്പോൾ ചുട്ടുപൊള്ളലുകൾ ഉണ്ടാവും. ആ ചൂടിനെ വകവയ്ക്കാതെ ഞാൻ അത് സഹിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന പോലെ ഈ ധർമ്മനിഷ്ഠയിൽ നിൽക്കാൻ സാധിക്കണം. അതാണ് ജ്ഞാനനിഷ്ഠ. ഇതാണ് ശരിയായിട്ടുള്ള സാധന. എന്ത് പ്രശ്നം വന്നാലും അതിൽ നിന്ന് പുറകോട്ട് പോകരുത്. ആദ്യം സ്വധർമ്മനിഷ്ഠ, എപ്പോഴും ധർമ്മത്തിൽ മാത്രം കർമ്മം ചെയ്യുക. ധർമ്മമനുസരിച്ചേ പ്രവർത്തിക്കുള്ളൂ. ഇപ്പൊ രാമായണ മാസം കഴിഞ്ഞു. ശ്രീരാമേന്ദ്രസ്വാമിയുടെ എന്താണ്? രാമോ വിഗ്രഹവാൻ ധർമ്മ. മാരീചൻ പറഞ്ഞതാ, വേറെ ആരും പറഞ്ഞതല്ല. രാമോ വിഗ്രഹവാൻ ധർമ്മ. അതുകൊണ്ട് രാവണ, അദ്ദേഹത്തെ ഒരിക്കലും നിനക്ക് തോൽപ്പിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തെയാണ് ജയം. ധർമ്മത്തിന്റെ കൂടെയേ വിജയം ഉണ്ടാവുകയുള്ളൂ. അദ്ദേഹം ധർമ്മം വിഗ്രഹരൂപം പൂണ്ടതാണ്. മനുഷ്യരൂപത്തിൽ വന്ന വിഗ്രഹമാണ്. വിശേഷണ ഗ്രഹിച്ചിട്ടുള്ളതാണ്. ധർമ്മമാണ് അദ്ദേഹത്തിന്റെ രൂപം. അതുകൊണ്ട് രാവണനോട് പറയാണ്. അപ്പൊ അതാണ് ധർമ്മത്തിന്റെ ഒരു ഗുണം. അപ്പോ സ്വധർമ്മം പാലിക്കണം. അവിടെ രാമേന്ദ്രസ്വാമിയുടെ അതിനകത്ത് മുഴുവൻ സ്വധർമ്മങ്ങൾ വളരെ ഭംഗിയായിട്ട് പാലിക്കുന്നതാണ് രാമായണത്തില് പ്രത്യേകിച്ചും അല്ലേ? രാമായണം മുഴുവൻ എങ്ങനെയാണ്? സ്വധർമ്മം പാലിക്കലാണ്. അവിടെ എല്ലാവരും സ്വധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവരാ. അവനവന്റെ ധർമ്മത്തിൽ ഉറച്ചു നിന്ന് പോകുന്നവരാ. അതാണ് ആ കഥയിൽ നിന്നും പഠിക്കേണ്ടത്. അങ്ങനെ പോയാൽ എന്തുണ്ടാവും എന്ന് പറയുന്നതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അങ്ങനെ സ്വധർമ്മ അനുഷ്ഠാനം, അതിൽ നിഷ്ഠയോടുകൂടി പോവുക. അങ്ങനെ വന്നാൽ അത് ജ്ഞാനനിഷ്ഠയിലേക്ക് നയിക്കും. ജ്ഞാനനിഷ്ഠ അപ്പോഴുണ്ടാവും. കിട്ടിയ അറിവില് വ്യതിചലിക്കാതെ. ഇപ്പൊ ശ്രീരാമേന്ദ്രസ്വാമി പുത്രധർമ്മം എന്നുള്ള അറിവ് കിട്ടി, അതിൽ ഉറച്ചു നിന്നു. ആ അറിവ് കിട്ടി, അതിൽ ഉറച്ചു നിന്നു. ഓരോരുത്തരും അവർക്ക് കിട്ടിയ അറിവില് ഉറച്ചു നിന്നു. അവർക്ക് കിട്ടിയ ധർമ്മ അറിവുകളിൽ അവർ ഉറച്ചു നിന്നു. അതുകൊണ്ടാണല്ലോ അങ്ങനെ സംഭവിച്ചത്. അപ്പോ ശരി, അങ്ങനെ അപ്പൊ ആദ്യം പറഞ്ഞു സ്വധർമ്മനിഷ്ഠ, അതിന്റെ ഫലങ്ങളൊക്കെ പറഞ്ഞു. ഇനി ചോദിക്കുകയാണ്, ഈ ജ്ഞാനനിഷ്ഠയിൽ നിന്നാൽ എന്തുണ്ടാവും? അതിന്റെ ഗുണം എന്താ? സ്വധർമ്മനിഷ്ഠയുടെ ഒക്കെ പറഞ്ഞു. ഇനി ജ്ഞാനനിഷ്ഠയിൽ നിന്നാൽ എന്തുണ്ടാവും? അപ്പോ വിശുദ്ധ ബുദ്ധേ പരമാത്മവേദനം തേനൈവ സംസാര സമൂലനാശ. തേനൈവ എന്ന് പറഞ്ഞാൽ അവിടെ ജ്ഞാനനിഷ്ഠ. ജ്ഞാനനിഷ്ഠയിൽ ഉറച്ചു നിന്നാൽ എന്തുണ്ടാവും? കിട്ടിയ അറിവിൽ നിന്ന് വ്യതിചലിക്കാതെ ജീവിക്കുമ്പോൾ എന്തുണ്ടാകും? തേനൈവ, അതുകൊണ്ട് തന്നെ, ജ്ഞാനനിഷ്ഠയിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ സമൂല സംസാരനാശ. സംസാരനാശം, മനോദുഃഖത്തിന്റെ നാശം. എന്താണ് സംസാരം? സംസാരം സിംപിളി വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മനോദുഃഖം, അത്രേ ഉള്ളൂ. സംസാരം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും പേടിക്കേണ്ടതായിട്ടുള്ള വലിയ സംഭവങ്ങളൊന്നുമല്ല. ഒന്നുമില്ല, നിസ്സാര കാര്യം, മനോദുഃഖം. അത് പേടിക്കേണ്ടതാണോ അല്ലയോ? അവിടെയാണല്ലോ കുഴപ്പങ്ങൾ മുഴുവൻ. മനോദുഃഖമാണ് സംസാരനാശം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നു ആചാര്യസ്വാമികള്. മനോദുഃഖം, സംസാരം എന്നാൽ മനോദുഃഖം. അപ്പൊ അതിനെ സമൂലം, വേരോടുകൂടി, നേരത്തെ പറഞ്ഞ വേരോടുകൂടിയുള്ള ഭയങ്കരമായിട്ട് വേരുറച്ചു പോയ ശേഷം എടുക്കുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് പറഞ്ഞു. ശാഖോപശാഖകളിലുള്ള ഇലകൾ വരെ ആദ്യ ഇലകളിൽ കഴിച്ച് അതിന്റെ പോഷകം കിട്ടുന്ന വഴി കളഞ്ഞ്, പിന്നെ ചെറിയ ചെറിയ ചില്ലകളെ മുറിച്ച്, പിന്നെ വലിയ തടിയെ കഷ്ണം കഷ്ണമാക്കി അവസാനം വേരോടുകൂടി എടുത്ത് കളയണം എന്ന് പറഞ്ഞു. അപ്പൊ സമൂലം, സംസാരനാശം സമൂലം എങ്ങനെ സംഭവിക്കും? തേനൈവ, ജ്ഞാനനിഷ്ഠ കൊണ്ട് സംസാരത്തിന്റെ സമൂലനാശം സംഭവിക്കും. അപ്പൊ എന്താണ് ഈ മൂലം? സമൂലം എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചു, അത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. മൂലം എന്നാൽ ബീജം അഥവാ അജ്ഞാനം. അതിന്റെ മൂലം എന്ന് പറഞ്ഞാൽ ബീജം അഥവാ അജ്ഞാനമാണ് സമൂലനാശം എന്ന് പറയുമ്പോൾ. അപ്പൊ വേരോടുകൂടി നശിക്കണം, അല്ലെങ്കിൽ വീണ്ടും കിളുക്കും. വീണ്ടും തളർത്തു വരാതിരിക്കണമെങ്കിൽ വേരോടുകൂടി പോകണം. എങ്ങനെ നശിക്കും? ജ്ഞാനത്താൽ. ജ്ഞാനം എവിടുന്നാണ്? ജ്ഞാനയോഗത്തിന്റെ ഫലം. അപ്പോ ജ്ഞാനയോഗത്തിന്റെ ഫലത്താൽ സംസാരനാശം. എങ്ങനെ? സംസാരത്തിന്റെ മൂലം വരെ നശിക്കുന്നു.
പിന്നെയോ അപ്പോ എന്താണ് ഇവിടെ പറഞ്ഞു വന്നത്? ഇപ്പോ സംസാരനാശമാകുമ്പോ കഥം വിമോക്ഷ എന്നായി, സംസാരം നശിച്ച മോക്ഷമായി. അപ്പൊ കഥം വിമോക്ഷ എന്നുള്ളതിന്റെ മറുപടിയാണ് ഇവിടെ പറഞ്ഞു തന്നത്. ജ്ഞാനയോഗത്തിന്റെ ഫലത്താൽ സംസാരവും അതിന്റെ മൂലവും നശിക്കുന്നു. ശ്രദ്ധയിൽ ആരംഭിക്കണം. എങ്ങനെ ശ്രദ്ധ വരുമെന്നാൽ പൂർവജന്മ സുഹൃതം മൂലം. ശ്രദ്ധ വരണമെങ്കിൽ പൂർവജന്മ സുഹൃതം ഉണ്ടാകണം, അല്ലാതെ ശ്രദ്ധ വരില്ല. ശ്രദ്ധ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. ശ്രദ്ധ പൂർവജന്മ സുഹൃതം മൂലം ഉണ്ടാവണം. ആ പൂർവജന്മ സുഹൃതം എങ്ങനെയാണ്? നല്ല കർമ്മങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അദൃഷ്ടഫലമായ പുണ്യത്തിലൂടെ ഈ വക ചിന്തകൾ മനസ്സിൽ വരും. അപ്പൊ ആദ്യം വേദത്തിൽ ശ്രദ്ധ വേണം, ശാസ്ത്രത്തിൽ വിശ്വാസം വരണം. ഈ വിശ്വാസമാണ് മൂലധനം. മൂലധനം കൊണ്ട് ബിസിനസ് ആരംഭിക്കാം, അല്ലേ? ഇപ്പൊ ഒരാൾക്ക് നല്ലൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താണ്? ഒരു മൂലധനം വേണം. അല്ലാതെ ബിസിനസ് തുടങ്ങാൻ പോലും. എനിക്ക് നല്ലൊരു കച്ചവടം തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പൈസ വേണം. പണം ആദ്യം കയ്യിലില്ലാതെ തുടങ്ങാൻ പറ്റുമോ? ഇല്ല. പണം വേണം. പണം ഉണ്ടെങ്കിലേ തുടങ്ങാൻ പറ്റുള്ളൂ. പണമുണ്ടെങ്കിൽ തുടങ്ങാം, പിന്നീട് അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോയാൽ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ പോലെ ഇവിടെ ആദ്യം ഒരു മൂലധനം വേണം. ആ മൂലധനം എന്താണ്? ഈ പറഞ്ഞ ഒരു ശ്രദ്ധ, ശാസ്ത്രത്തില് ഒരു ശ്രദ്ധ ഉണ്ടാകലാണ്, വിശ്വാസമാണ് മൂലധനം. ആ മൂലധനം കൊണ്ട് കച്ചവടം തുടങ്ങി. അപ്പൊ എന്തുണ്ടാവും? ഒരു ലാഭം ഉണ്ടാവും, അല്ലെ? പ്രോഫിറ്റ് ഉണ്ടാവും. ഇവിടെ എന്താണ് ഉണ്ടാവുക? പ്രോഫിറ്റ്. ഇവിടെ ഉണ്ടാവുന്ന പ്രോഫിറ്റ് ആണ് ധർമ്മനിഷ്ഠ. ശാസ്ത്രശ്രവണം കൊണ്ട് ധർമ്മപരമായി ജീവിക്കണം എന്നുള്ള ആ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ധർമ്മപരമായി ജീവിക്കും. അദൃഷ്ടഫലങ്ങളെ കുറിച്ചൊക്കെ അറിയാം. കർമ്മതത്വം, കർമ്മ തിയറിയെ കുറിച്ച് അറിയാൻ പറ്റും. അങ്ങനെ ധർമ്മനിഷ്ഠയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ പിന്നെ എന്തുണ്ടാവും? പിന്നെ ജ്ഞാനനിഷ്ഠയുണ്ടാവും. ജ്ഞാനനിഷ്ഠയുടെ ഫലമോ? സംസാര സമൂല നാശനം. സംസാര സമൂല നാശം. അപ്പോ ധർമ്മവും ജ്ഞാനവും സാധന, മോക്ഷം സാധ്യം. ധർമ്മവും ജ്ഞാനവും സാധന, മോക്ഷം സാധ്യം. വേദത്തിലെ വിശ്വാസം കൊണ്ട് കടമകൾ ചെയ്യും. കടമകൾ ചെയ്യുമ്പോൾ ധർമ്മിഷ്ഠനാകും. ധർമ്മിഷ്ഠനാകുമ്പോൾ മനഃശുദ്ധി കൈവരും. മനഃശുദ്ധി കൈവരുമ്പോൾ വിവേകം വരും. വിവേകം വരുമ്പോൾ വൈരാഗ്യം വരും. വൈരാഗ്യം വരുമ്പോൾ മുമുക്ഷുത്വം വരും. മുമുക്ഷുത്വത്തിൽ കൂടി ജ്ഞാനസാധന ചെയ്ത് മോക്ഷത്തെ നേടാം. ഇതാണ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് എപ്പോഴും ഓർമ്മ വേണം. ഈ വിവേക ചൂടാമണി പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇനി ഒരിക്കലും ഈ സ്റ്റെപ്പ് മറന്നു പോകരുത്. കഥം മോക്ഷ, കഥം വിമോക്ഷ എന്നുള്ള അതിന്റെ ആ മറുപടിയായിട്ട് വരുന്ന ഈ സ്റ്റെപ്പുകളിൽ കൂടി പോയാലേ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ട് എന്ത് വേണം? നാം എപ്പോഴും ഈ സ്റ്റെപ്പുകളെ കുറിച്ച് നമ്മുടെ ഉള്ളിൽ, ഈ പടികൾ, ഈ ഓരോരോ പടികളായിട്ട് വേണം നമുക്ക് ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്താൻ. ആ പടിയിലൊന്നും നമ്മൾ മിസ് ചെയ്തിട്ടില്ല. എല്ലാ പടികളിൽ കൂടി നമ്മൾ കയറിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തിരിച്ച് ഇറങ്ങാണ്ടി വരാനും പാടില്ല. മുന്നോട്ടുള്ള യാത്ര തന്നെ ആയിരിക്കണം. അപ്പൊ ഈ വഴി നിശ്ചയമായും നമ്മൾ പിന്തുടരണം. മോക്ഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വഴി പിന്തുടരണം. കർമ്മയോഗം ആയിരിക്കണം. ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം കർമ്മയോഗമായിരിക്കണം. മനഃശുദ്ധി തനിയെ വരും. അത് കഴിഞ്ഞത് ജ്ഞാനസാധനയിലേക്ക് എത്തിക്കും. പിന്നീട് മോക്ഷത്തിലേക്ക് നമ്മളെ എത്തിക്കും. ഇങ്ങനെ ഇപ്പോൾ നമുക്ക് 6 ചോദ്യത്തിന് മറുപടി തന്നു കഴിഞ്ഞു ശങ്കരാചാര്യസ്വാമികൾ. ഇതേവരെ 7 ചോദ്യങ്ങളിൽ 6 ചോദ്യങ്ങൾക്ക് ശങ്കരാചാര്യസ്വാമികള് നല്ല മറുപടി തന്നിട്ടുണ്ട്. വീണ്ടും വീണ്ടും പഴയ വീഡിയോസ് കേൾക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എത്രയും സിമ്പിളായിട്ട് മനസ്സിലാക്കുന്ന വേറൊരു പുസ്തകമില്ല. അതേസമയം അതിഗഹനവുമാണ്. വേറെ ഒന്നും നമ്മൾ പഠിക്കണം. വിവേക ചൂടാമണി മാത്രം ഒരു സാധകൻ നന്നായിട്ട് പഠിച്ചാൽ അയാൾക്ക് തീർച്ചയായിട്ടും അയാൾക്ക് അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതൊരു സംശയമൊന്നുമില്ല. കൂടുതൽ പഠിച്ചു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോ അങ്ങനെ 6 ചോദ്യത്തിന്റെ മറുപടി കിട്ടിക്കഴിഞ്ഞു. ഇനി ഏഴാമത്തെ ചോദ്യം. 7 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 7ാമത്തെ ചോദ്യത്തിന്റെ മറുപടിയാണ് ഇനി. ഇപ്പൊ നമ്മൾ 44 ശ്ലോകങ്ങളാണ് നോക്കിയത്. നമുക്ക് 108 ശ്ലോകങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് വിവേക ചൂടാമണിയിൽ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് എൻ്റെ ഒരു ഗുരുനാഥനിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഇത്രയാണ്. 108 ശ്ലോകങ്ങളാണ് അദ്ദേഹം തന്നിരിക്കുന്നത്. അതാണ് നമ്മൾ ഇവിടെ ഇപ്പോ ക്ലാസ് ആയിട്ട് എടുക്കുന്നത്. അതിൽ 44 ശ്ലോകം കഴിഞ്ഞു. ഇനി 45 മുതൽ 108ാമത്തെ ശ്ലോകം വരെ
ഒരേ ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ്. 7ാമത്തെ ചോദ്യത്തിനുള്ള മറുപടിയാണ് 45 മുതൽ 108 ശ്ലോകം വരെ. അപ്പോൾ എന്തുമാത്രം ഗഹനമായിരിക്കും ആ ഭാഗങ്ങൾ എന്ന് ഓർക്കുക. എന്തുമാത്രം അറിവായിരിക്കും ശങ്കരാസ്വാമികൾ ഇതിൽ കൂടി തരുന്നത്. ഇത് ഒരേ ഒരു ചോദ്യത്തിന് 45 മുതൽ 108 വരെയുള്ള ശ്ലോകങ്ങളാണ് മറുപടി എങ്കിൽ അത് മനസ്സിലാക്കാൻ അതുപോലെയുള്ള ഭാഗ്യം വേണം, അതുപോലെയുള്ള ഈശ്വരാനുഗ്രഹം വേണം. ആ ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത ദിവസം നമുക്ക് 45ാമത്തെ ശ്ലോകത്തിൽ നിന്ന്, അതായത് ആ 7ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് 45ാമത്തെ ശ്ലോകത്തിൽ കൂടി മുന്നോട്ട് പോകാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഭഗവാൻ ബാബ നമ്മളെ വീണ്ടും നല്ല രീതിയിൽ ഇതിലേക്ക് ഈ ജന്മത്തിൽ തന്നെ എത്തേണ്ടതായ സ്ഥലത്ത് എത്തിക്കാനായിട്ട് അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി നല്ല സാധന ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും സായിറാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇന്നത്തെ റെക്കോർഡിംഗ് ഇടുന്നത് 2 റെക്കോർഡിംഗ് കൂടി AB എന്നുള്ളതായിരിക്കും ഇടുന്നത്. കാരണം കറണ്ട് പോയപ്പോഴേ കട്ടായി വീണ്ടും ഒന്ന് റെക്കോർഡ് ചെയ്യുക. 2 റെക്കോർഡിംഗ് ആയിരിക്കും വരുന്നത്. ഇതിന്റെ ഡേറ്റ്സ്, ഈ ദിവസത്തെ ഡേറ്റ് കൊടുത്ത് ചെയ്യുമ്പോൾ AB എന്നുള്ള രീതിയിൽ ആയിരിക്കും. വീണ്ടും കേൾക്കുന്നവർ അത് ശ്രദ്ധിക്കാനുള്ള പ്രത്യേകമായി. സായിറാം. സായിറാം സാർ. സായിറാം. സായിറാം സാർ. സായിറാം. 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 സായിറാം.